സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഏകാഗ്രതയോടെ മനഃപൂർവ്വമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത്. 1 29 വാക്യം. ദൈവജനം മഹാമനസ്സതയെ സന്തോഷിക്കുമായി ബന്ധിക്കുന്നു. എന്നാൽ അതിൻ്റെ അടിസ്ഥാനം മറ്റൊന്നാണ്. തൻ്റെ സമ്പാദ്യമെല്ലാം ആലയം പണിക്കായി നൽകിയ ശേഷം ദാവീദ് രാജാവ് എല്ലാ ഇസ്രായേലിനെയും നൽകുവാനായി ക്ഷണിച്ചു. 1 29 വാക്യങ്ങൾ. സ്വർണവും വെള്ളിയും വിലയായ രത്നങ്ങളും സന്തോഷത്തോടെ ഉദാരതയോടെ നൽകി ജനം പ്രതികരിച്ചു. എന്നാൽ അവർ സന്തോഷം എന്തായിരുന്നു? അങ്ങനെ ജനം മനഃപൂർവ്വമായി കൊടുത്തതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഏകാഗ്രതയോടെ മനഃപൂർവ്വമായിട്ടായിരുന്നു അവർ യഹോവയ്ക്ക് കൊടുത്തത്. നമുക്കും സന്തോഷം ഉണ്ടാകുവാൻ വേണ്ടി കൊടുക്കണമെന്ന് തിരുവെടുത്ത് ഒരിക്കലും പറയുന്നില്ല. എന്നാൽ ഒരാവശ്യം നിറവേറ്റാൻ മനസ്സോടെ പൂർണ്ണഹൃദയത്തോടെ നൽകണം. സന്തോഷം പിന്തുടരും. മിഷണറിമാർക്ക് അറിയാവുന്നതുപോലെ സുവിശേഷ വേലയെ അപേക്ഷിച്ച് ഓഫീസ് നടത്തിപ്പ് സംഭാവന കണ്ടെത്തുന്നത് വളരെ പ്രയാസമാണ്. കാരണം യേശുവിലുള്ള വിശ്വാസികൾ മുന്നേറി പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്നതിനാണ് ഇഷ്ടം. ഇന്ന് നമുക്ക് മറ്റാവശ്യങ്ങൾക്ക് ഉദാരമായി നൽകാം. ആത്യന്തികമായി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ യേശു സ്വജീവനാണ് നൽകിയത്. 2 കൊരിന്ത്യർ 8-9 വാക്യം. ഔദാര്യവും സന്തോഷവും തമ്മിൽ ബന്ധമാണ് നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ഉദാരമായി പ്രവർത്തിക്കുമ്പോൾ എന്ത് ആവശ്യമില്ലാത്ത ആവശ്യമാണ് നിറവേറ്റുക. പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, നൽകുന്നതോടെ ലഭിക്കുന്ന സന്തോഷത്തിനായി നന്ദി. ബുദ്ധിമുട്ടുള്ളതോ സാധാരണമായ ആവശ്യങ്ങൾ പോലും ഉദാരമായി നൽകുവാൻ മനസ്സൊരുക്കമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.